സുമതി ചേച്ചിയുടെ ചെക്കൻ ഷിജിലിന് പെണ്ണ് ശരിയായിട്ടേ ചെക്കൻ എന്ന് പറയാൻ പറ്റില്ല, 35-36 വയസ്സുണ്ട്. ഒരുപാട് കാലമായി അവൻ പെണ്ണന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയിട്ട്. ഒരു 350-400 പെൺപിള്ളേരെ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ പെണ്ണ് കാണാനും പോയ ചെക്കന്മാർക്ക് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക സഹായം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇവനൊക്കെ ഫസ്റ്റ് ലിസ്റ്റിലുണ്ടാവും. ചെക്കനാണെങ്കിലോ തങ്കപ്പെട്ട സ്വഭാവം, ഒരുവിധ ദുശീലങ്ങളും ഇല്ല. എല്ലാ ദിവസവും പണിക്ക് പോകും, കിട്ടുന്ന കാശ് മുഴുവൻ സുമതി ചേച്ചീനെ ഏൽപ്പിക്കും. അവസാനം അടിയിൽ ഇടുന്ന ഷെഡ് വാങ്ങണമെങ്കിൽ സുമതി ചേച്ചി മുമ്പിൽ ഇങ്ങനെ കൈ നീട്ടും. അങ്ങനെ പെണ്ണൊക്കെ ശരിയായി, ഇഷ്ടപ്പെട്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാന്നായി, ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തു. കല്യാണം കടുക്കാറായപ്പോ ഒരു ദിവസം പെണ്ണിന്റെ അച്ഛൻ സുമതി ചേച്ചിനെ വിളിച്ചു. അതേ, എന്തെങ്കിലുമൊക്കെ ഡിമാൻഡ് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ, ഞങ്ങള് കുറച്ച് കൊടുക്കാന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ഇന്നത് വേണമെന്നുണ്ടെങ്കിൽ പറയണം, കുറവ് വരാൻ പാടില്ല, ഞങ്ങൾക്കൊരു മകളല്ലേ ഉള്ളൂ. സുമതി ചേച്ചി, അയ്യോ എന്താ ഏട്ടാ ഇങ്ങനെയൊക്കെ പറയണ്, പെൺകുട്ടീനെ കിട്ടിയത് തന്നെ മഹാഭാഗ്യല്ലേ. അല്ല എന്നാലും ഞങ്ങൾ കൊടുത്തതിന് ഒരു കുറവ് വന്നു എന്ന് പറയാൻ പാടില്ല. അങ്ങനെ ഒരിക്കലും ഞങ്ങൾ പറയില്ല ഏട്ടാ. പിന്നെ എന്തെങ്കിലുമൊക്കെ തരികയാണെങ്കിൽ കാശും സ്വർണ്ണമായിട്ട് തന്നാ മതി. ഈ വീട്ടില് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി, ഗ്രൈൻഡർ ഒന്നും കേറ്റില്ല. അതെന്താ വെച്ചേ? ഒന്നുമില്ല, ഇവിടെ വരുന്ന പെണ്ണുങ്ങള് അലക്കുകല്ലിലിട്ട് അലക്കണം, അമ്മിക്കല്ലിലിട്ടിട്ട് അരയ്ക്കണം, ആട്ടുകല്ലിലിട്ടിട്ട് ആട്ടണം, ഓരകല്ലിലിട്ടിട്ട് പൊടിക്കണം. അതൊക്കെയാണ് ഈ വീട്ടിന്റെ ഒരു രീതി. ഞാൻ വന്നപ്പോഴും അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരൊറ്റ ഫോൺ കട്ടേല്. പിന്നീട് സുമതിയേച്ചും ഷിജിലും നാട്ടുകാരും ബന്ധുക്കളൊക്കെ മാറി മാറി വിളിച്ചു. ഒരു നടപടി ഉണ്ടായില്ല. പോയി നോക്കി, രക്ഷയില്ല. സുമതിയേച്ചി ഉണ്ടാക്കിയൊരു വണ്ടിയും വലിയ നോക്കാം. ഇന്നത്തെ കാലത്തുണ്ടോ ഈ പെൺകുട്ടികൾക്ക് ആട്ടുകല്ലും അമ്മിക്കല്ലും അലക്കുകല്ലൊക്കെ? അന്ന് നിർത്തിയതാണ് ഷിജില് പെണ്ണ് കാണല്.